അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫുൾ ആഡറാണ്. ഉണ്ടോ? ഫുൾ ആഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാഫ് ആഡറിനകത്ത് പറഞ്ഞു 2 ഇൻപുട്ട് ഉണ്ടെന്ന്. ഇവിടെ നോക്കിയാൽ 3 ഇൻപുട്ടുണ്ട്. എ ബി സി 3 ഇൻപുട്ടും 2 ഔട്ട്പുട്ട് എന്തായാലും ഉള്ളൂ. സമം ക്യാരി 3 ഇൻപുട്ടും 2 ഔട്ട്പുട്ടും ഉള്ള ആളാണ് ഫുൾ ആഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ട്രൂ ടേബിളിലേക്ക് പോവാം. എ ബി സി 3 ഇൻപുട്ട്. സിയുടെ പകരം നമ്മൾ സി ഇന്നെന്നും കൊടുത്തു. ഒരാൾ രണ്ടിടത്ത് സി വരുന്നതുകൊണ്ട് ഒരാളെ സി ഇന്നായിട്ട് ഒരാളെ സി ഔട്ടായിട്ടും അങ്ങ് എടുത്തു. ക്യാരിയും മൂന്നാമത്തെ ഇൻപുട്ടായിട്ട് സി ഇന്നും കാണിച്ചേക്കും. അപ്പോൾ ഇവിടെ സി ഇന്നും ഇവിടെ സി ഔട്ടും ആണേ. അപ്പോൾ സമ്മും ഉണ്ട് ക്യാരിയും ഉണ്ട്. നോക്കിക്കോ, ഇതിന് ട്രൂ ടേബിൾ എഴുതുന്നത് എങ്ങനെയാണ്? ഇതിപ്പോൾ 3 ബിറ്റല്ലേ ഇൻപുട്ടിൽ, എത്ര കോമ്പിനേഷൻ വരും? 8 കോമ്പിനേഷൻ അല്ലേ? ഇനി എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് നോക്കിക്കോ. നോക്കി 0 0 0 ആഡ് ചെയ്യുമ്പം സമ്മ എന്നാ വരുന്നത്? 0. ക്യാരി ഉണ്ടോ? ഇല്ല. അടുത്തത് 0 0 1 ആഡ് ചെയ്യുമ്പം 0 0 1 അല്ലേ? ആദ്യം 0യും 0യും എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ആൻസർ എന്നാ വരുന്നത്? 0. ആ 0യും ഈ 1ഉം കൂടി ആഡ് ചെയ്യുമ്പം ആൻസർ 1 വരും. ക്യാരി ഉണ്ടോ? ഇല്ല. അടുത്തത് 0 1 0 ആഡ് ചെയ്തേ. 0 1 0 ആഡ് ചെയ്യണം. ഈ 0യും 1ഉം കൂടി ആഡ് ചെയ്യുമ്പം എന്നാ വരുന്നത്? ആൻസർ 1 വരും. എഗെയിൻ ഈ 1ഉം 0യും കൂടി ആഡ് ചെയ്യുമ്പം ആൻസർ 1 വന്നു. അപ്പോൾ ആൻസർ 1 വന്നു. ക്യാരിയുടെ ആവശ്യമുണ്ടോ? ഇല്ല, ക്യാരി ഇല്ല. അടുത്തത് 0 1 1 1 0 1 1 1 0യും 1ഉം കൂടി ആഡ് ചെയ്യുമ്പം ആൻസർ എന്നാ വരും? 1 വരും. ഈ 1ഉം കൂടി ആഡ് ചെയ്യുമ്പം 1ഉം 1ഉം 0 വിത്ത് ക്യാരി 1 ആൻസർ വന്നു. കണ്ടോ? 0 1 1 വന്നപ്പം സമ്മ 0യും ക്യാരി 1ഉം വന്നു. അടുത്തത് 1 0. ഇനി 1 0 1 നോക്കിക്കേ. 1 0 1 വരുമ്പോഴോ 1 0 ആഡ് ചെയ്യുമ്പം 1 വരും. ഈ 1ഉം ആഡ് ചെയ്യുമ്പം 0 വിത്ത് ക്യാരി 1 വന്നു. അടുത്തത് 1 1 0 1 1 0 1ഉം 1ഉം കൂടെ ആഡ് ചെയ്യുമ്പം ആൻസർ 0 വരും. പക്ഷേ ആരുണ്ട്? ക്യാരി വന്ന് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ആൻസർ 0 വന്നു. ഈ കിട്ടിയ ആൻസറും ഈ 0യും നമ്മൾ ആഡ് ചെയ്യണം. ആൻസർ 0 0 ആഡ് ചെയ്യുമ്പം ആൻസർ 0 വിത്ത് ക്യാരി 1 ഉണ്ടോ? 1 1 ആഡ് ചെയ്തപ്പം 0 വിത്ത് ക്യാരി 1. അടുത്ത 1 1 നോക്കിക്കേ. 1 1 1 വരുമ്പം 1ഉം 1ഉം ആഡ് ചെയ്യുമ്പം ആൻസർ 0 വിത്ത് ക്യാരി 1 ഇല്ലേ? ഈ ആൻസറും ഈ 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ആൻസർ എന്നാ വരും? 1. ക്യാരി ഓൾറെഡി കിടപ്പുണ്ട് 1 ഉണ്ടോ? അപ്പം നമ്മൾ ട്രൂ ടേബിൾ എഴുതി. ഇതാണ് ട്രൂ ടേബിൾ വരുന്നത്. ഇനി എന്ത് ചെയ്യണം? എക്സ്പ്രഷൻ എഴുതണം. എക്സ്പ്രഷനിൽ നിന്ന് ലോജിക് ഡയഗ്രാം, ബേസിക് കേസ്, നാൻഡ് ഓൺലി, നോർ ഓൺലി ഇത്രയും ചെയ്യുക. ഇവിടെ നോക്കിക്കോ. ആദ്യം ഞാൻ സമ്മിൻ്റെ എക്സ്പ്രഷൻ എഴുതാൻ പോവാം. സമ്മ് ഹൈ ആവുന്ന ഏതൊക്കെ കേസിലാണ്? ഈ കേസ് ഇതിനെ ഈ 4 കേസുകൾക്ക് എക്സ്പ്രഷൻ എഴുതാമല്ലോ. 0 0 1 വരുമ്പം ഇപ്പോൾ എ ബാർ ബി ബാർ സീൻ പ്ലസ് 0 1 0 എ ബാർ ബി സീൻ ബാർ പ്ലസ് 1 0 0 എ ബി ബാർ സീൻ ബാർ പ്ലസ് എ 1 1 1 എ ബി സീൻ. ഈ 4 കേസിലാണ് ആര് ഹൈ ആവുന്നത്? സമ്മ് ഹൈ ആവുന്നത്. അപ്പോൾ നമ്മുടെ സമ്മിൻ്റെ എക്സ്പ്രഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. കണ്ടോ? കെ മാപ്പി വരച്ച് കൊടുത്താലും എനിക്ക് കിട്ടുന്നത് സെയിം എക്സ്പ്രഷൻ തന്നെയാണ്. കാരണം എനിക്ക് ഗ്രൂപ്പ് ചെയ്യണമെന്ന് ആരും കാണിയില്ല മാപ്പ് ചെയ്യുമ്പോഴേ. ഇതാണ് എൻ്റെ സമ്മിൻ്റെ എക്സ്പ്രഷൻ. അടുത്തത് ക്യാരിയുടെ എക്സ്പ്രഷൻ നോക്കിക്കേ. ക്യാരിയുടെ എക്സ്പ്രഷൻ ഈ ട്രൂ ടേബിൾ അവിടെ കിടന്നോട്ടെ, അതിലേക്ക് നമുക്ക് വരാം. ക്യാരിയുടെ എക്സ്പ്രഷൻ ഹൈ ആവുന്ന എപ്പോഴൊക്കെ? 0 1 1 കൊടുക്കുമ്പോഴേ 1 0 1 1 1 0 1 1 1 ഈ 4 കേസിൽ ക്യാരി ഹൈ ആണ്. 0 1 1 വരുമ്പം എ ബാർ ബി സീൻ പ്ലസ് 1 0 1 വരുമ്പം 1 എ ബി 1 0 1 എ ബി ബാർ സീൻ പ്ലസ് 1 1 0 വരുമ്പം എ ബി സീൻ ബാർ 1 1 വരുമ്പം എ ബി സീൻ. ഈ 4 കേസിൽ ആര് ഹൈ ആണ്? ക്യാരി ഹൈ ആണ്. ക്യാരിയുടെ എക്സ്പ്രഷൻ കിട്ടി, സമ്മിൻ്റെ എക്സ്പ്രഷനും കിട്ടി. ക്യാരിയുടെ എക്സ്പ്രഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്, സമ്മിൻ്റെ എക്സ്പ്രഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഞാനിതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോവാം. എനിക്ക് ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആരെ വെച്ചാൽ? ലോജിക് ഡയഗ്രാം വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. കണ്ടോ? ഇത്രയും വലിയ എക്സ്പ്രഷൻ ഞാൻ ഇവിടെ 3 ഗേറ്റ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. 3 അല്ല, ഒരു 5 ഗേറ്റ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാം? ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോവാം. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണല്ലോ എൻ്റെ സമ്മിൻ്റെ എക്സ്പ്രഷൻ. നിങ്ങൾ നോക്കിക്കേ, ഇതിൽ എ ബാറുണ്ട്, ഇതിൽ എ ബാറുണ്ട്. എനിക്ക് എ ബാറിനെ പുറത്തെടുക്കാമല്ലോ. അപ്പോൾ ആരൊക്കെ മിച്ചമുണ്ട്? ഇവിടെ ബി ബാർ സീൻ മിച്ചമുണ്ട്, ഇവിടെ ബി സീൻ ബാറും മിച്ചമുണ്ട്. ഇവിടെ രണ്ടിടത്ത് എ ഉണ്ട്. എനെ എനിക്ക് പുറത്തെടുക്കാമല്ലോ. ബി ബാർ സീൻ ബാറെ ബി സീൻ. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ. ഇവിടെ എ ബാറിനെ ഞാൻ പുറത്തെടുത്തു, ഇവിടെ എനെ ഞാൻ പുറത്തെടുത്തു. ഇനി ഇവിടെ നിങ്ങൾ നോക്കി, ഇതാരാ? ബി ബാർ സീന് പ്ലസ് ബി സീൻ ബാർ എന്നാണ് കിടക്കുന്നത് അല്ലേ? അതായത് എ ബാർ ബി പ്ലസ് എ ബി ബാർ. ഇതിൻ്റെ സെയിം ഫോമിലല്ലേ ഇതും കിടക്കുന്നത്? ഇവിടെ എയുടെ സ്ഥാനത്ത് ആരാ? ബി ആണെന്നും ഇവിടെ ബിയുടെ സ്ഥാനത്ത് ഇവിടെ ആരാ? സീൻ ആണെന്നല്ലേ ഉള്ളൂ. അപ്പോൾ എ ബാർ ബി പ്ലസ് എ ബി ബാറിനെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എ എക്സ് ഓർ ബി എന്ന് എഴുതാമെന്ന്.
അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ ഇങ്ങനെ എഴുതാൻ മേലെ, ബി എക്സ് ഓർ സി എന്ന് എഴുതാൻ മേലെ എഴുതാം അല്ലേ? അപ്പോൾ ഇതിനെ ഞാൻ എന്ത് എഴുതി? ബി എക്സ് ഓർ സി എന്ന് എഴുതി. ഇവിടെ നിങ്ങൾ നോക്കി, ഇതാരായി കിടക്കുന്നത്? ബി ബാർ സീൻ ബാറെ പ്ലസ് ബി സീൻ. അതായത് ബി ബാർ സീൻ ബാറെ പ്ലസ് ബി സീനാണ് കിടക്കുന്നത്. അതായത് എ ബാർ ബി ബാറെ പ്ലസ് എ ബി, ആ ഫോമിലല്ലേ കിടക്കുന്നത്. ഇത് ഏതിൻ്റെ ഇക്വേഷനാണ്? നമ്മൾ പഠിച്ചായിരുന്നു എക്സ് നോർ ഗേറ്റ് അല്ലേ? അത് എക്സ് ഓർ ഗേറ്റിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് എക്സ് നോർ ഗേറ്റ്. എക്സ് ഓർ ഗേറ്റ് എ എക്സ് ഓർ ബി ആണ്. എക്സ് ഓർ ഗേറ്റിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് ആര്? എക്സ് നോർ ഗേറ്റ്. അപ്പോൾ ഇത് എക്സ് നോർ ഗേറ്റിൻ്റെ ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്കിത് കണ്ടോ, ബി എക്സ് ഓർ സീൻ ദ ഹോൾ ബാർ ഇടാൻ മേലെ ഇത് എക്സ് ഓർ ഗേറ്റിനെ ഇത് എക്സ് നോറിൻ്റെയും ഇക്വേഷനായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്കിതിന് ഇങ്ങനെ എഴുതാമല്ലോ, എഴുതാം. ഓക്കെ, ഇനി ഞാൻ ഈ ബി എക്സ് ഓർ സീനെ അങ്ങോട്ട് എക്സ് എന്നങ്ങ് വിളിക്കുക എന്ന് വെച്ചോ. ഈ ബി എക്സ് ഓർ സീനെ ഞാൻ എക്സ് എന്നങ്ങ് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഈ ഇക്വേഷനിലേക്ക് ഇതിന് സ്ഥാനത്ത് എക്സ് ആവും, ഇതെന്താവും? എക്സ് ബാറും ആവും. അപ്പോൾ എ ബാർ എക്സ് എ പ്ലസ് എ എക്സ് ബാർ എന്നായല്ലോ രണ്ടിടത്തും. അപ്പോൾ എഗെയിൻ നിങ്ങൾ വീണ്ടും ഇങ്ങോട്ട് നോക്കിക്കേ, എ ബാർ എക്സ് എ പ്ലസ് എ എക്സ് ബാർ അതിൻ്റെ ഫോമിലാണ് കിടക്കുന്നത്. ഇത് വീണ്ടും എ ബാർ ബി പ്ലസ് എ ബി ബാറിൻ്റെ ഫോമിലായില്ലേ പിന്നെയും. അപ്പോൾ വീണ്ടും അത് എക്സ് ഓർ ഗേറ്റിൻ്റെ ഒരു ഫോമിൽ തന്നെ കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എ എക്സ് ഓർ എക്സ് എന്ന് എഴുതാൻ മേലെ. ഈ എക്സ് എന്താണെന്ന് ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, എന്നതാ ബി എക്സ് ഓർ സീൻ. അപ്പോൾ നോക്കിക്കേ, സമ്മിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്തപ്പോൾ അത് എ എക്സ് ഓർ ബി എക്സ് ഓർ സീനായിട്ട് മാറി. കണ്ടോ, സമ്മിൻ്റെ എക്സ്പ്രഷൻ എനിക്ക് കിട്ടി. അടുത്ത് ഇനി ആരാ? ക്യാരി. ഇതല്ലേ ക്യാരി. ക്യാരിക്കകത്ത് നോക്കി സീൻ്റെ രണ്ടിടത്തും കോമണാണ്, പുറത്തെടുത്തു. എ ബാർ ബി പ്ലസ് എ ബി ബാർ ബാക്കി മിച്ചമുണ്ട്. ഇവിടെ എ ബി ഉണ്ട്, ഇവിടെ എ ബി ഉണ്ട്. എ ബിനെ പുറത്തെടുത്തപ്പോൾ സീൻ പ്ലസ് സീൻ ബാറായി. സീൻ പ്ലസ് സീൻ ബാർ പോയി. എ പ്ലസ് എ ബാർ എന്താ? 1. അപ്പോൾ അതുപോലെ തന്നെ സീൻ പ്ലസ് സീൻ ബാർ എന്തായി പോയിക്കോളും? 1 ആയിപ്പോയി. ബാക്കി ഇനി അവിടെ മിച്ചം ആര് മാത്രമേ ഉള്ളൂ? എ ബി മാത്രമേ ഉള്ളൂ. അപ്പം സീൻ എ ബാർ ബി പ്ലസ് എ ബി ബാർ എ ബി വന്നു. എ ബാർ ബി പ്ലസ് എ ബി ബാറിനെ എങ്ങനെ എഴുതാം? നമുക്ക് എ എക്സ് ഓർ ബി എന്ന് എഴുതാൻ മേലെ എഴുതാലോ. എക്സ് ഓർ ഗേറ്റിൻ്റെ ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരിയുടെ എക്സ്പ്രഷൻ. ഇനി എനിക്കിതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ മേലെ ഏത് വെച്ച്? ലോജിക് ഡയഗ്രം വെച്ച്. സമ്മിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്, ക്യാരിയുടെ എക്സ്പ്രഷൻ ഇതാണ്. അപ്പം എയും ബിയും സീനോട് ഇത് എക്സ് ഓർ ഗേറ്റ് കൊടുത്തപ്പോൾ സമ്മ് കിട്ടി. അടുത്ത് എനിക്ക് വേണ്ടതാരാ? ക്യാരിയാണ്. എ ബി കിട്ടാൻ വേണ്ടി എനെയും ബീനെയും കൂടെ ഒരു ആൻഡ് ഗേറ്റ് കൊടുത്തപ്പോൾ എ ബി കിട്ടി. അടുത്ത വേണ്ടതാരാ? അടുത്ത് എനിക്ക് വേണ്ടത് എ എക്സ് ഓർ ബി വേണം. എനെയും ബീനെയും കൂടെ ഒരു എക്സ് ഓർ ഗേറ്റ് കൊടുത്തപ്പോൾ എനിക്ക് ആരെ കിട്ടി? എക്സ് ഓർ ഗേറ്റ് എ എക്സ് ഓർ ബി കിട്ടി. ഈ എ എക്സ് ഓർ ബീനെ ഞാൻ ആരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? സീനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് ഇവിടുന്ന് സീനും എടുത്ത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എ എക്സ് ഓർ ബി ഇൻറ്റു സീൻ കിട്ടി. ഇതും ഈ എ ബിയും കൂടെ ഒരു ഓർ ഗേറ്റ് കൊടുത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആരെ കിട്ടും? സി ഔട്ട് കിട്ടി. ഓക്കെ, ഇതാണ് ലോജിക് ഡയഗ്രം. ഇനി ബേസിക് ഗേറ്റ്സ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകും. ബേസിക് ഗേറ്റ്സ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആരൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ? നോട്ട് ഗേറ്റ് ആൻഡ് ഓറും. അത് എളുപ്പമാണ്. സമ്മിൻ്റെ എക്സ്പ്രഷൻ ഇതാണല്ലോ, ആണ്. ഇനി ഇവിടെ ക്യാരിയുടെ എക്സ്പ്രഷൻ കണ്ടോ? അപ്പോൾ ക്യാരിയുടെ എക്സ്പ്രഷൻ ഞാൻ വേറെ രീതിയിലേക്ക് ആക്കിയിരിക്കുക. എനിക്ക് കാരണം ഇത്രേ ഉള്ളൂ. എനിക്ക് ക്യാരിയുടെ എക്സ്പ്രഷൻ കിട്ടിയത് എന്തായിരുന്നു? എ ബി സീൻ ബാർ, ഇതല്ലേ എൻ്റെ ക്യാരിയുടെ എക്സ്പ്രഷൻ എനിക്ക് കിട്ടിയേ. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ നിങ്ങൾ കെ മാപ്പ് ഒന്ന് വരച്ച് നോക്കുക. ഈ ക്യാരീനെ ഇതുണ്ടോ? ക്യാരീനെ കെ മാപ്പ് വെച്ച് ഞാൻ വരച്ച് നോക്കിയേ. ക്യാരി ഹൈ ആവുന്ന എവിടെയൊക്കെയാണ്? ക്യാരി ഹൈ ആവുന്നതുണ്ടോ? ഇത്രയും കേസ് ക്യാരി ഹൈ ആവുന്നുണ്ട്. ഈ കേസ് ഈ 3 അടുപ്പിച്ചുള്ളിടത്ത് ക്യാരി ഹൈ ആവുന്നുണ്ട്. അതായത് 5, 6, 7 ഹൈ ആണ്, 3ക്കും ഹൈ ആണ്. അപ്പോൾ നമ്മൾ കെ മാപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ സമ്മിനെ ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് ആരെയും ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്ന പോലെയല്ല കിടക്കുന്നത്. അതുകൊണ്ട് പിന്നെ എനിക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനില്ലേ, ഈ ഫുൾ എക്സ്പ്രഷൻ എടുക്കേണ്ട വരും. പക്ഷേ ക്യാരിനെ എനിക്ക് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ആരും ഉപയോഗിച്ചുകൊണ്ട്? കെ മാപ്പ് വെച്ച്. അപ്പോൾ ബേസിക് ഗേറ്റ്സ് വരയ്ക്കാനും ഒക്കെ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ക്യാരിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്യുക കെ മാപ്പ് വെച്ച്. അപ്പോൾ എനിക്കിത് എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും? അപ്പോൾ എനിക്ക് എക്സ്പ്രഷൻ എഴുതുമ്പോൾ ഇങ്ങനെ വന്നോളൂ. എ ബി പ്ലസ് ബി സീൻ പ്ലസ് എ സീൻ അല്ലോ. ഈ ഗ്രൂപ്പും ഈ ഗ്രൂപ്പിൻ്റെ ഒക്കെ എക്സ്പ്രഷൻ എഴുതുമ്പോൾ ഇങ്ങനെ എക്സ്പ്രഷൻ കിട്ടും. എങ്ങനെയാണ്? എ ബി പ്ലസ് ബി സീൻ പ്ലസ് എ സീൻ, ഇതാണ് കിട്ടുന്ന എക്സ്പ്രഷൻ കെ മാപ്പ് വെച്ച് ക്യാരീനെ വരച്ച് ചെയ്യുമ്പോൾ. ഓക്കെ, നമുക്ക് ക്യാരി വെച്ച് വരയ്ക്കാൻ ഇപ്പോൾ അറിയാവുന്നതല്ലേ. അപ്പോൾ എക്സ്പ്രഷൻ കിട്ടി. ഇവിടെ സമ്മിൻ്റെ എക്സ്പ്രഷൻ ഇവിടെ ഉണ്ട്, ക്യാരിയുടെ എക്സ്പ്രഷൻ ഉണ്ട്. ഇനി ഇതിനെനിക്ക് ഒരു ബേസിക് കേസ് വെച്ച് വരയ്ക്കാൻ മേലെ ഇവിടെ എ ബാർ ബി ബാർ സീൻ, ഇവിടെ എ ഉണ്ട്, എ ബാർ ഉണ്ട്, ബി ഉണ്ട്, ബി ബാർ ഉണ്ട്, സി ഉണ്ട്, സീൻ ബാർ ഉണ്ട്. അപ്പോൾ എ ബാർ ബി ബാർ സീൻ കിട്ടി. എല്ലാവരും ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇവരെല്ലാവരെയും കൂടെ ഒരു ഓർ ഗേറ്റ് കൊടുത്താൽ സമ്മ് കിട്ടും. ഇവിടെ എയും ബിയും കൂടെ ഒരു ആൻഡ് ഗേറ്റ് കൊടുക്കുക, ബിയും സീനും ആൻഡ് ഗേറ്റ് കൊടുക്കുക, എയും സീനും ആൻഡ് ഗേറ്റ് കൊടുക്കുക. അത് ഇനി ഇവരെ 3 ആഡ് ചെയ്യാൻ വേണ്ടി ഇവരെ 3 കൂടെ ഒരു ഓർ ഗേറ്റ് കൊടുക്കുക. എനിക്കപ്പം ആരെ കിട്ടും? ക്യാരീനെയും കിട്ടി. അപ്പോൾ ബേസിക് ഗേറ്റ്സ് വെച്ച് നമുക്ക് അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും.
അടുത്തതാണ് നാൻ ഗേറ്റ്.